ഹരി ഓം. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്തുതികളിൽ അതിലും പ്രധാനപ്പെട്ട സ്തുതികളാണ്, അല്ലെ കഥ ആണ് പ്രഹ്ലാദന്റെ ചരിതവും അതുപോലെ പ്രഹ്ലാദ സ്തുതിയും. നിത്യപാരായണത്തിനും സകലവിധ ശ്രേയസ്സിനും ഭയസംഹരണത്തിനും നമ്മളെ ബാധിക്കുന്ന ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം മുതലായിട്ടുള്ള ഈ താപത്രയ ദോഷങ്ങൾക്ക് ഒക്കെ പരിഹാരമായിട്ട് ജപിക്കാൻ പറ്റുന്നതാണ് പ്രഹ്ലാദസ്തുതി. പ്രഹ്ലാദൻ പരമഭക്തനായിട്ടുള്ള, ചെറുപ്പം മുതൽക്ക് തന്നെ ഭഗവാന്റെ പരമഭക്തനായിട്ടാണ് വളർന്നു വന്നത്. അച്ഛൻ ഒരു രാക്ഷസകുലത്തിൽ പിറന്നതാണെങ്കിൽ പോലും ആ സമ്പർക്ക ഗുണം കൊണ്ട് അമ്മയുടെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് നാരദ മഹർഷിയിൽ നിന്നും കേൾക്കുവാനിടയായ നാരായണ ശബ്ദമല്ലേ, ആ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് നൈസർഗികമായിട്ട് തന്നെ ഭക്തി വർദ്ധിച്ചു വന്ന ഒരു കുമാരനാണ് പ്രഹ്ലാദ കുമാരൻ. ആ ഹിരണ്യകശിപുവിന് മറ്റ് 3 കുമാരന്മാരുണ്ടായിരുന്നെങ്കിലും സംഹ്ലാദൻ, അനുഹ്ലാദൻ, ഹ്ലാദൻ, പ്രഹ്ലാദൻ, ഇങ്ങനെ 4 കുമാരന്മാര്. അതിൽ ബാക്കി എല്ലാവരും ആ രാക്ഷസീയമായിട്ടുള്ള ഭാവത്തിലേക്കൊക്കെ പോയെങ്കിലും പ്രഹ്ലാദകുമാരനിൽ ഉൽപ്പന്നമായിരുന്ന നിലനിന്നിരുന്നത് ഈശ്വര ഭക്തിയാണ്. അതുകൊണ്ടാണ് ശ്രീഹരിയില്, ഭഗവാനില്, ശ്രീനാരായണമൂർത്തിയിൽ ഭക്തി അങ്ങ് നിറഞ്ഞു നിന്നു. അതെങ്ങനെ വേണം എന്നാണ് പറയുന്നുണ്ട്. ഭാഗവത്തിൽ തന്നെ പറയണു, ഏത് വ്യക്തികളുടെ ആണെങ്കിലും, കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ശരി, ആചരണം എന്നുള്ളത് ചെറുപ്പം മുതൽക്ക് തന്നെ ആചരിക്കുമ്പോൾ അയാളെ ഏറ്റവും സാത്വികനായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് കൗമാര ആചരയിൽ എന്ന് പറയുക. ചെറുപ്പം മുതൽക്ക് തന്നെ ആചരിക്കണം ഭഗവത് ഭക്തി എന്നുള്ളത്. അത് പ്രായമായതിനു ശേഷം വരുത്തേണ്ടതല്ല എന്നർത്ഥം. അപ്പോൾ അമ്മയുടെ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ അമ്മ നാമം ജപിക്കണം, അതല്ല എങ്കിൽ ഭഗവത് കഥകൾ കേൾക്കണം. മറ്റ് രൂക്ഷമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും അല്ല മനസ്സ് വ്യാപരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കാരണം അതാണ്. ഉണ്ടാകുന്ന കുട്ടിയിൽ എന്തുണ്ടാകും? അമ്മയുടെ ചിന്തകൾ, അമ്മ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഫലം, അതൊക്കെ ഉണ്ടാകുന്ന കുട്ടിയെയും സ്വാധീനിക്കുന്നതാണ്. സ്വഭാവത്തെ സ്വാധീനിക്കും, അതോടൊപ്പം തന്നെ സംസാരത്തെ സ്വാധീനിക്കും, നിറത്തെയും എന്ന് വേണ്ട സൗന്ദര്യത്തെയും വരെ സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ മലയാളികളോട് വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്, അമ്മമാരോടൊക്കെ പറയില്ലേ, അമ്മമാരൊക്കെ പണ്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഉള്ളിൽ കുട്ടിയുള്ള സമയത്ത് അല്ലെങ്കിൽ ഗർഭവതിയായിരിക്കുന്ന സ്ത്രീജനങ്ങൾ എന്ത് ചെയ്യണം? 108 ദുർഗാലയങ്ങൾ വായിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല സന്തതി ഉണ്ടാവും. സുബ്രഹ്മണ്യ സ്വാമിക്ക് പ്രധാനമായിട്ട് ഷഷ്ടി അനുഷ്ഠിക്കണം, നല്ല സന്തതി ഭാഗ്യം ഉണ്ടാവും എന്നൊക്കെ പറയണത് എന്താ? ഈ പൂർവ്വകാല പൗരാണിക അനുഭവങ്ങളും ആ കഥകളും അതുപോലെ നമ്മുടെ പുണ്യപുരാണത്തിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളും ഒക്കെ ആസ്പദമാക്കിയിട്ട് മഹാത്മാക്കൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ പ്രഹ്ലാദന്റെ അമ്മ വളരെ പരമഭക്തയായിരുന്നു. അത് ആ നാരദന്റെ ആശ്രമത്തിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ഭഗവാന്റെ നാമങ്ങൾ കേട്ടാണ് വളർന്നു വന്നത്. അങ്ങനെ ഹിരണ്യകശിപുവിന് ഇങ്ങനെ പുത്രനുണ്ടായി. ആ 4 പുത്രന്മാരിൽ ഒന്ന് പ്രഹ്ലാദനായി തീർന്നു. ആ പ്രഹ്ലാദൻ ഉണ്ടാകുമ്പോൾ തന്നെ ഭഗവത് ഭക്തി, നാരായണ എന്നുള്ള ജപം ആണ്. നമ്മൾ കഥകൾ കേട്ടിട്ടുള്ളതാണ്. എങ്കിൽ പോലും ഹിരണ്യകശിപുവിന്റെ ഏകാധിപത്യത്തിലുള്ള ആ ഭരണത്തിന്റെ സംവിധാനം എന്താ? ഹിരണ്യായ നമ എന്ന് മാത്രമേ നാട്ടിൽ ജപിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ് നിയമം. കാരണം ഇദ്ദേഹം ഒരു ഏകാധിപതിയാണ്, താൻ അല്ലാതെ വേറെ ആരും ഉണ്ടാകാൻ പാടില്ല ഈശ്വരനായിട്ട്. അങ്ങനെ നിർബന്ധിച്ചു. പക്ഷേ ഭഗവാന്റെ മുമ്പിൽ അതൊന്നും വകവെച്ചില്ല. അതൊന്നും എന്താ പറയുക, ഭഗവാൻ അതൊന്നും വകവയ്ക്കേണ്ടി വന്നില്ല. അതൊന്നും വില പോയില്ല എന്ന് വേണമെങ്കിൽ പറയാൻ. സ്വന്തം മകൻ തന്നെ എന്തായിട്ട് തോന്നുന്നു? പരമസാത്വികനായിട്ട് വളർന്നു വന്നു. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും രാക്ഷസന് വേണമെങ്കിൽ സാത്വികനായിട്ടുള്ള മകൻ ഉണ്ടാവാം, സാത്വികനായിട്ടുള്ള ഒരാൾക്ക് രാക്ഷസീയ ഭാവത്തിലുള്ള മക്കളുണ്ടാവാം. ഇതൊക്കെ മായാവൈഭവം, ഭഗവാന്റെ മായാവൈഭവം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല എന്നർത്ഥം. അങ്ങനെ നാമജപം കൊണ്ട്, ഭഗവത് നാമജപം കൊണ്ട് എപ്പോഴും നടക്കുന്ന പ്രഹ്ലാദകുമാരനെ എങ്ങനെയും അതിൽ നിന്നും പിന്തിരിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഹിരണ്യകശിപു ചണ്ടാമർക്കന്മാര് എന്ന് പറഞ്ഞ 2 പേരെ ഏൽപ്പിച്ചു. ഗുരുക്കന്മാരെ വിളിച്ചു. അധ്യാപകരാണ്, അവരെ പറഞ്ഞു കൊടുത്തു, ഇയാളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ശരിയാക്കണം. നേരെ ഇവരുടെ കൂടെ പറഞ്ഞു വിട്ടു, ചണ്ടാമർക്കന്മാരുടെ കൂടെ വിദ്യ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു. അപ്പോഴൊക്കെ ഹിരണ്യായ നമഃ എന്ന് ജപിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പക്ഷെ ആ സമയത്തൊന്നും ആ കുട്ടി അങ്ങനെ കേട്ടില്ല. നാരായണ നാമം തന്നെ ജപിച്ചുകൊണ്ടിരുന്നു എന്നർത്ഥം. തന്നെയല്ല, കൂടെയുള്ള കൂട്ടുകാരെ കൂടി അത് നാമജപം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധനായിട്ട് തീർന്നു. ഗുരുക്കന്മാർ വരുന്ന സമയത്ത് എല്ലാ കുട്ടികളും കൂടിയിരുന്ന നാരായണൻ ജപിച്ചുകൊണ്ടിരിക്കുക, അല്ലെ ഭഗവത് നാമം ജപിച്ചുകൊണ്ടിരിക്കുക. ഇനി ഒരു നിവൃത്തിയില്ല, തിരിച്ചുകൊണ്ട് ആക്കിയേക്കാൻ നിരീക്ഷിച്ചു. നേരെ കൊട്ടാരത്തിൽ ചെന്നു. എന്താണ് ഉണ്ണി പഠിച്ചത്? വളരെ കാര്യമായിട്ട് ഹിരണ്യകശിപു ഉണ്ണിയെ വിളിച്ച് മടിയിലിരുത്തി ചോദിക്കുകയാണ്, എന്താണ് ഉണ്ണി പഠിച്ചത്? പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, സർവം വിഷ്ണുമയമാണ്, എല്ലാം ഭഗവാന്റെ മയമാണ്. അപ്പോൾ ദേഷ്യമായില്ലേ? ഇതിനു മുമ്പ് ഇയാളെ ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി ദ്രോഹിച്ചതാണ് ഈ കുട്ടീനെ.
പക്ഷെ അതൊന്നും വിലപ്പോയില്ല. അവസാനം ഇനി കൊന്നേക്കാം എന്ന് വിചാരിച്ചു. ആ മടിയിൽ നിന്നും എടുത്തൊരേറ്, എവിടെയാണ് നിന്റെ വിഷ്ണു, എവിടെയാണ് നിന്റെ ശ്രീഹരി എന്നിങ്ങനെ അലറി വിളിക്കുകയാണ് അതിഭീകരമായിട്ട് ഹിരണ്യകശിപു. സ്വന്തം മകനാണെന്ന് പോലും നോക്കണില്ല. ഈശ്വര വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ച്, ഭഗവത് വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ച് മക്കളെന്നോ ഭാര്യയെന്നോ അല്ലെങ്കിൽ രാജ്യമെന്നോ ബന്ധുക്കളെന്നോ ഒന്നും യാതൊരു ഭേദവും ഇല്ല. അവിടെ അലറി വിളിച്ചുകൊണ്ട് എവിടെയാണുള്ളത് എന്ന് ചോദിച്ചു. അവ പറഞ്ഞു, എന്തിനാണ് അച്ഛാ വിഷമിക്കണത്? സകലരിലും നമ്മൾ ചുറ്റും കാണുന്നതിലുമൊക്കെ അച്ഛനിലും എന്നിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാൻ ശ്രീഹരിയുടെ, ഭഗവാന്റെ തന്നെ വിശേഷങ്ങൾ തന്നെയാണ്. അതിന് യാതൊരു മാറ്റവും ഇല്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് കഥയിൽ നമുക്കറിയാം, ഒരു തൂണ് കാണിച്ചിട്ട് പറഞ്ഞു, തസ്മാൽ സ്തംഭേന, ഈ സ്തംഭത്തിലുണ്ടോ? തീർച്ചയായും, ഒട്ടും സംശയിക്കേണ്ട. പ്രഹ്ലാദകുമാരൻ പറഞ്ഞു, ദൃശ്യതേ, കണ്ടാലും അങ്ങ് ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല. കണ്ടാലും ആ ഒരൊറ്റ നോട്ടമാണ്. കയ്യിൽ നിന്ന ഗത കൊണ്ട് ആ സ്തംഭത്തിലേക്ക് ആഞ്ഞൊരട്ടി, അതിൽ നിന്നും ഒരു കാല് അകത്തും മറുകാല് പുറത്തുമായിട്ട് സാക്ഷാൽ നരസിംഹമൂർത്തി കൊണ്ട് എഴുന്നള്ളി യുദ്ധം ആരംഭിച്ചു. ഇതിനു മുമ്പ് ഹിരണ്യകശിപു ബ്രഹ്മാവിനോട് മേടിച്ചിരുന്ന വരസിദ്ധികളൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്കറിയാം. അകത്ത് വെച്ച് കൊല്ലരുത്, പുറത്ത് വെച്ച് കൊല്ലരുത്, രാത്രി കൊല്ലരുത്, പുരുഷൻ കൊല്ലരുത്, പുരുഷനാൽ വധിക്കപ്പെടരുത്, സ്ത്രീയാൽ വധിക്കപ്പെടരുത്, ആയുധങ്ങൾ കൊണ്ട് വധിക്കപ്പെടരുത്. ഇങ്ങനെ വിവിധ തരത്തിലായിട്ട് ബ്രഹ്മാവിനെ കുഴക്കുന്ന തരത്തിലുള്ള വരമൊക്കെ ഇദ്ദേഹം നേരത്തെ മേടിച്ചതാണ്. പക്ഷേ അതൊന്നും ഇവിടെ പ്രയോജനം ഉണ്ടായില്ല. ഈ ഭഗവാന്റെ മുമ്പിൽ, സാക്ഷാൽ ശക്തിസ്വരൂപനായിട്ടുള്ള നരസിംഹമൂർത്തിയുടെ മുമ്പിൽ ഇവിടെ വിവിധങ്ങളായിട്ടുള്ള രണ്ട് ശക്തികൾ തമ്മിൽ സമ്മേളിച്ചു കഴിഞ്ഞപ്പോൾ മൂന്നാമത് മറ്റൊരു ശക്തിയാണ് ഉണ്ടായത്. ഒരു ഭാഗത്ത് പ്രഹ്ലാദകുമാരൻ എന്നുള്ള പരമസാത്വികനായിട്ടുള്ള ഭക്തപ്രിയനും ഭക്തനുമായിട്ടുള്ള പരമസാത്വിക മൂർത്തിയായിട്ടുള്ള പ്രഹ്ലാദകുമാരൻ, മറുഭാഗത്ത് നശീകരണത്തിൻ്റെയും അതുപോലെ ദൗഷ്ട്യത്തിൻ്റെയും മൂർത്തീഭാവമായിരിക്കുന്ന ഹിരണ്യകശിപു മറുഭാഗത്ത്. ഈ രണ്ടു ശക്തികളുടെയും സമ്മേളനം, അവിടെ നിന്നും ഉൽപ്പന്നമായത് ലോകരക്ഷയ്ക്കായിട്ടുള്ള സാക്ഷാൽ നരസിംഹമൂർത്തിയാണ്. അതാണ് ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യം നമാമ്യഹം. ആ ഭഗവാന്റെ മന്ത്രം തന്നെ അങ്ങനെ ആണ്. അങ്ങനെ രാവിലെ തൊട്ട് യുദ്ധം തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കാൻ തുടങ്ങി. ഭഗവാന് ഇങ്ങനെ ഒരു കളി, തമാശ എന്നതുപോലെയാണ് ഈ ഹിരണ്യകശിപുവിൻ്റെ ഓരോ ചെയ്തികൾ. പല യുദ്ധങ്ങൾ, യഥായുദ്ധങ്ങൾ ഇതിങ്ങനെയൊക്കെ ഉണ്ടായി. വൈകിട്ട് വരെ അങ്ങോട്ട് സമയം കഴിച്ചുകൂട്ടി. രാത്രിയല്ല, പകലല്ല, സന്ധിക്കുന്ന സമയം നേരെ ആ ഹിരണ്യകശിപുവിനെ എടുത്ത് കയ്യിലോട്ട് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി ഉമ്മറപ്പടിയിലോട്ട് അങ്ങോട്ട് ഇരുന്നു. ആ ഭഗവാന്റെ മടിയിൽ അങ്ങോട്ട് കിടത്തി. ആകാശത്തല്ല, ഭൂമിയിലല്ല, സ്ത്രീ അല്ല, പുരുഷനല്ല, മുഖം സിംഹത്തിന്റെ രൂപം, ഉടല് നരന്റെ രൂപം, മനുഷ്യരുടെ രൂപം. അങ്ങനെ അതിവിചിത്രമായിട്ട് അത്യത്ഭുതമായിട്ട് ഭഗവാൻ അവതരിച്ചു എന്നാണ്. കൃഷ്ണാവതാരത്തിൽ ഭഗവാനെ അത്ഭുതം ആയിട്ടാണ് പറയേണ്ടത്. തമത്ഭുതം ബാലകം അംബുജക്ഷണം എന്നാണ് പറയണതെങ്കിൽ നരസിംഹ അവതാരത്തിൽ അത്യത്ഭുതമൂർത്തിയായിട്ടാണ് ഭാഗവത്തിൽ പറയുന്നത്. അത്യത്ഭുത സ്വരൂപിയായിട്ട് ജഡാകേസരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മുഖത്തോടു കൂടിയിട്ടും നഖരങ്ങൾ നീണ്ടു നിൽക്കുന്ന നഖരങ്ങളെ കൊണ്ടും ജ്വലിക്കുന്ന കണ്ണുകളോട് കൂടിയിട്ടും അതിഭീകര സ്വരൂപിയായിട്ട് ഇങ്ങനെ ആ നരസിംഹമൂർത്തി വായു പിളർന്നുകൊണ്ട് ദിഗന്ധം പൊട്ടുമാറ് അങ്ങനെ അലറി വിളിച്ച സമയത്ത് കൊട്ടാരത്തിലുള്ള സകലരും ഹിരണ്യകശിപുവൊക്കെ ഭയത്താൽ വിറച്ച് ആ ഭഗവാൻ നേരെ ആ ഹിരണ്യകശിപു എന്നുള്ള ആ മൂർത്തിയെ എടുത്ത് ആ മടിയിലോട്ട് അങ്ങോട്ട് കിടത്തി. തൻ്റെ അതിദീർഘമായ കൂർത്ത നഖരങ്ങളെ കൊണ്ട് ആ മാറിടം അങ്ങോട്ട് പിളർന്നു. അവന് ഏറ്റവും കൊള്ളാവുന്ന എന്താണോ ആ ഹൃദയം അതെടുത്ത് അങ്ങോട്ട് കഴിച്ചു. ആ ചോരകളൊക്കെ, ധാരാളം രക്തങ്ങൾ ഇങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ്. അതൊക്കെ ആ ജഡാ കേസരങ്ങളിലൊക്കെ ഇങ്ങനെ പറ്റി. നാവ്, നീണ്ടിരിക്കുന്ന നാവ്, ഏറ്റവും ശക്തമായിട്ട് ആയുധം പോലെ, എന്താ പറയുക, വാൾ പോലെ നീണ്ടിരിക്കുന്ന അതിശക്തമായിട്ടുള്ള ആ നാവങ്ങോട് നീട്ടി ആ ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള രക്തം ഇങ്ങനെ ധാരാളം പായം അങ്ങനെ കുടിച്ചുകൊണ്ടേയിരുന്നു. അതിഭീകര സ്വരൂപിയായിട്ട് ഹിരണ്യകശിപുവിന് മോക്ഷത്തെ കൊടുത്ത് നിൽക്കുന്ന അതിഭീകര സ്വരൂപിയായിട്ടുള്ള നരസിംഹമൂർത്തിയെ കണ്ടിട്ട് സകല ദേവന്മാരും മനുഷ്യരും ഗന്ധർവനും ഗന്ധർവാദികൾ എല്ലാവരും അതീവ ഭയത്തോടു കൂടി നിന്നു. കാരണം ഇനി ഈ കോപം ശമിപ്പിക്കാൻ എന്താണ് മാർഗം എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ ആ ഹിരണ്യകശിപുവിൻ്റെ സമീപത്തേക്ക് ചെല്ലാൻ ആരും ധൈര്യപ്പെടുന്നില്ല എന്ന് വിചാരിച്ചു. ദേവകളൊക്കെ തീരുമാനിച്ച് ദേവകൾ നേരെ ലക്ഷ്മി ദേവിയുടെ അടുത്ത് എന്ന് പറഞ്ഞു,
ആ ഭർത്താവ് അവിടുത്തെ ഭർത്താവ് അതിഭീകരരൂപിയായിട്ടാണ് ഇപ്പോൾ അവതരിച്ചിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് കോപം ശമിപ്പിക്കാവോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. മഹാലക്ഷ്മി അങ്ങനെ അണിഞ്ഞൊരുങ്ങി നേരെ ആ ഭഗവാന്റെ സമീപത്തോട്ട് ചെന്നു. ഒരൊറ്റ നോട്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഭഗവാൻ പിന്നീട് ലക്ഷ്മി ദേവിയുടെ പൊടി പോലും അവിടെ ഉണ്ടായില്ല. വൈകുണ്ഠത്തിൽ വെച്ച് ആയുഷുണ്ടിൽ കാണാന്ന് പറഞ്ഞ് പോയി എന്ന് കഥ അങ്ങനെ പറയാം. അങ്ങനെ നിവൃത്തിയില്ലാതെ നിന്നു. ആ നിവൃത്തിയില്ലാതെ നിന്ന് കഴിഞ്ഞപ്പോൾ സാക്ഷാൽ പ്രഹ്ലാദകുമാരൻ തന്നെ ആ സാക്ഷാൽ പ്രഹ്ലാദകുമാരൻ തന്നെ, പരമഭക്തനായിട്ടുള്ള ആ പ്രഹ്ലാദകുമാരൻ തന്നെ നരസിംഹമൂർത്തിയുടെ ആ സമീപത്തേക്ക് അവിടെ ചെന്നു. അവിടെ നമസ്കരിച്ചു. ബ്രഹ്മാവാദിയായവരൊക്കെ ഭഗവാനെ നമസ്കരിച്ചു. രുദ്രൻ നമസ്കരിച്ചു. അങ്ങനെ ദേവകള് ഋഷിമാര് നമസ്കരിച്ചു. ഇന്ദ്രൻ നമസ്കരിച്ചു. സിദ്ധന്മാര് പറഞ്ഞു. ചാരണന്മാര്, വിദ്യാധരന്മാര്, നാഗന്മാര്, കിംപുരുഷന്മാര്, വൈതാളികന്മാര്, ഇവരുടെയൊക്കെ സ്തുതികൾ വളരെ ഗംഭീരായിട്ട് വിഷ്ണു പാർഷദന്മാര് ഒക്കെ സ്തുതിച്ചു. അങ്ങനെ പ്രഹ്ലാദൻ അതിമനോഹരമായിട്ട് ഭഗവാനെ അങ്ങോട്ട് സ്തുതിക്കുന്നു. ആ സ്തുതിയാണ് എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ ആപത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ ഈ സ്തുതിക്കുന്നത്. സംസ്കൃതത്തിൽ മൂല ശ്ലോകത്തിൽ അത് വളരെ ഭംഗിയായിട്ടാണ് മൂലശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രഹ്ലാദ ഉവാച ബ്രഹ്മാദയ സുരഗണ മുനയോധസിദ്ധ സത്വൈകതാനമതയോ വജസംപ്രവാഹൈ നാരാധിതും പുരുഗുണൈരധുനാപി വിപ്രു കിം തോഷ്ടും അർഹതി സമേ ഹരിരുദ്രജാതേ മന്യേധനാഭിജനരൂപതപ സുതൗജസ്തേജ പ്രഭാവ ബല പൗരുഷ ബുദ്ധിയോഗ ആരാധനായ ഹി ഭവന്തി പരസ്യ പുംസോ ഭക്ത്യാ തുതോഷ ഭഗവാൻ ഗജയൂധവായ. ഈ പ്രഹ്ലാദസ്തു തന്നെ എഴുത്തച്ഛൻ കിളിപ്പാട്ടില് അതിമനോഹരമായിട്ടാണ് എല്ലാവർക്കും ചൊല്ലാൻ, സംസ്കൃത അനഭിജ്ഞരായവർക്കും അതിഭക്തിപ്രദമായിട്ട് ചൊല്ലാൻ പറ്റുന്ന പ്രഹ്ലാദസ്തുതി. ധൂർജടിം ലോകൈകനാഥം നരസിംഹമാർജവീര്യ പരാക്രമവാരിധിം അഗ്നിനേത്രാലോകവ്യാപ്ത ജിഹ്വാമുഖം അഗ്നിവിഭൂതി സ്വരൂപിണമൗയം അഷ്ടഭുജോഷ്മകാനന്ദ വിജൃംഭണം ദുഷ്ടനാശ നഖദന്തം നമാമ്യഹം. അങ്ങനെ തുടങ്ങി ഏകദേശം സംസ്കൃതത്തിലെ ആണെങ്കിൽ 43 ശ്ലോകങ്ങൾ കൊണ്ട് 43 ശ്ലോകങ്ങൾ കൊണ്ട് തീർത്തിരിക്കുന്നു. ഇവിടെയും ഈ മലയാള അല്ലെങ്കിൽ കിളിപ്പാട്ടിലും അതിമനോഹരമായിട്ട് ആ ഭഗവാന്റെ എല്ലാ അവതാരത്തിന്റെ വിശേഷങ്ങൾ മുഴുവനും പറയുന്നുണ്ട്. ഏറ്റവും ശക്തിസ്വരൂപനായിട്ട് കച്ചപസൂകര വേഷമനാദ്യന്തം നിശ്ചലമാശ്രിതകൽപക ഭൂരിഹം കായാംപൂവർണം കമലവിലോചനം മായാമയം മധുകൈഡഭനാശനം. മഹാവിഷ്ണു എത്ര തന്നെ അവതാരം എടുത്തിട്ടുണ്ടോ ആ അവതാരത്തെ മുഴുവനും ഇതിൽ അനുസ്മരിച്ചുകൊണ്ട് ആ ഭഗവത് കീർത്തനം ഇവിടെ പ്രഹ്ലാദസ്തുതി കൃത്യമായിട്ട് ജപിക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്തന്മാർക്ക് ഭാഗവത സ്വരൂപികളായി അല്ലെങ്കിൽ ഭാഗവത പ്രേമികളായിട്ടുള്ള ഭക്തന്മാർക്ക് നൽകിയിരിക്കുകയാണ്. എല്ലാ ദിവസവും നിത്യപാരായണത്തിന് പണ്ടൊക്കെ നാമജപത്തിന് ഉൾപ്പെടുത്തിയിരുന്ന, അല്ലെങ്കിൽ വൈകിട്ട് സമയത്താണെങ്കിൽ പോലും ഭാഗവതം അഹസ് കഴിഞ്ഞതിന് ശേഷം ചില അഭിപ്രായത്തിൽ ജപിക്കാറില്ല പകല് കഴിഞ്ഞതിന് ശേഷമേ, എങ്കിൽ പോലും ചില ദിക്കിലൊക്കെ രാത്രി കാലത്താണെങ്കിലും നാമജപത്തിനോടൊപ്പം സന്ധ്യാവന്തന ജപത്തോടൊപ്പം തന്നെ പ്രഹ്ലാദ സ്തുതി ജപിച്ച് കേട്ടിട്ടുണ്ട്. ഏതായാലും അതീവ വിശേഷമാണ്. ഉള്ളിലുള്ള സർവ്വഭയത്തെ ഇല്ലാതാക്കുന്നതും ഇനിയിപ്പം മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള ശത്രുദോഷങ്ങളോ ശത്രുതയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ശത്രുതാഭാവങ്ങൾ മുഴുവനും മാറി അവരെ മുഴുവനും മിത്രമാക്കി മാറ്റുന്നതിനും ഒക്കെ ശ്രേയസ്സും ഗുണം കിട്ടുന്നതുമാണ് ശ്രീമദ് ഭാഗവതത്തിലെ പ്രഹ്ലാദ സ്തുതി. എല്ലാവരും നിത്യപാരായണം ചെയ്യുക. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ഹരി ഓം.